ഇന്ന് മാർച്ച് 1-ാം തീയതി എല്ലാവർക്കും സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായമാണ്. വളരെ രസകരമായിരിക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണിത്. മോശ ദൈവസന്നിധിയിൽ ചെയ്തതായിരിക്കുന്ന അതിശയങ്ങൾ ചിലത് മിസ്രൈമിലെ മന്ത്രവാദികൾ ആവർത്തിക്കുവാനായിട്ട് നോക്കി. മോശ വെള്ളം കോരി നിലത്തൊഴിച്ചപ്പോൾ രക്തമായി തീർന്നു. അത് കഴിഞ്ഞ് മോശ തൻ്റെ വടി താഴെയിട്ടു. ഇങ്ങനെ മോശ പല കാര്യങ്ങൾ ചെയ്തു. ഫറവോൻ തൻ്റെ മന്ത്രവാദികളെ വിളിച്ചു. അവരെ കൊണ്ടും ഇക്കാര്യങ്ങൾ തന്നെ ചെയ്യിക്കുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ഫറവോൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മോശയും അഹരോനും ചെയ്തതായിരിക്കുന്ന അതിശയങ്ങളൊക്കെ ഈ മന്ത്രവാദത്തിൻ്റെ ശക്തിയാലാണ് ചെയ്തത്. അതിനേക്കാൾ വലിയ മന്ത്രവാദികൾ ഇവിടെയുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ മന്ത്രവാദികളെ വിളിച്ചത്. അവർക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. മോശ ചെയ്ത ആദ്യത്തെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് മന്ത്രവാദികൾക്കും സാധിച്ചു. പക്ഷേ മന്ത്രവാദികൾക്ക് എപ്പോഴും വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. മന്ത്രവാദികളുടെ വടി താഴെയിട്ടപ്പോൾ പാമ്പായി തീർന്നു. മോശയുടെ വടിയും പാമ്പായി തീർന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? മോശയുടെ വടി പാമ്പായത് മന്ത്രവാദികളുടെ വടികൾ പാമ്പായതിനെ എല്ലാം വിഴുങ്ങിക്കളഞ്ഞു. മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ ലോകത്തിലെ ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം തൻ്റെ ശക്തി കൊണ്ട് അതിനെ നിഷേധിച്ച് കളയും. മന്ത്രവാദത്തിൻ്റെ തന്ത്രവാദം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സാത്താൻ്റെ ശക്തിയാലാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ അതിൽ ദൈവം വെച്ചിരിക്കുന്ന പരിമിതിയുണ്ട്. ദൈവം ഒരു വൃത്തം വരച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് കാലുകുത്തി പോകരുത് എന്ന് ദൈവം പറഞ്ഞാൽ ഒരു സാത്താനും സാത്താൻ്റെ ഏജൻറ്റന്മാർക്കും അത് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. തന്ത്രപൂർവ്വം സാത്താൻ ദൈവിക സത്യങ്ങളെ നിഷേധിക്കുവാനിട വരുത്തും. ഇത് യഹോവയുടെ കൈയല്ല, ഇത് യഹോവയല്ല സംസാരിക്കുന്നതെന്ന് ഫറവോനെ ബോധ്യപ്പെടുത്തുന്നത് മന്ത്രവാദികളുടെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി മന്ത്രവാദികൾ അവരുടെ കൈവശമുണ്ടായിരുന്നതായിരിക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചു. വടികളെ പാമ്പാക്കി തീർക്കാനായിട്ട് കഴിഞ്ഞു. തൽക്കാലത്തേക്ക് ഫറവോൻ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് തടയുവാനായിട്ട് മന്ത്രവാദികൾക്ക് കഴിഞ്ഞു. സാത്താൻ്റെ ഏജൻറ്റുമാർ വലിയ ദോഷമാണ് ചെയ്യുന്നത്. സത്യാന്വേഷികളായിരിക്കുന്ന ആളുകളെ കഴിവതും ആവോളം തടയുവാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. എങ്ങനെയെങ്കിലും ഒരാത്മാവ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് തടയുക. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്ന അങ്ങനെയാണല്ലോ, കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുവാനായി. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ആയിട്ട് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുവാനായിട്ട് വലിയ അത്ഭുതങ്ങൾ നടത്തും. അങ്ങനെ ഇന്ന് ലോകത്ത് നടക്കുന്നു എന്ന് പറയുന്ന പല അത്ഭുതങ്ങളും നടക്കുന്നവയല്ലെന്നൊന്നും ഞാൻ പറയുകയില്ല. അതൊക്കെ സാത്താൻ്റെ ഏജൻറ്റന്മാർ ചെയ്യുന്നതായിരിക്കുന്ന പല അതിശയങ്ങളാണ്. പക്ഷേ അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്രകാരമുള്ള പ്രവൃത്തികൾ മുഖാന്തരം എന്താണ് ഒടുവിൽ സംഭവിക്കുന്നത്? മന്ത്രവാദികൾ ഫറവോൻ്റെ അടുക്കൽ വന്നിട്ട് മന്ത്രവാദം ചെയ്തു. അവസാനം എന്താ ഫലമുണ്ടായത്? ഫറവോനോ മിസ്രൈമിലെ ജനങ്ങൾക്കോ എന്തെങ്കിലും നന്മ വന്നു? അതുകൊണ്ട് ഒരു നന്മയും വന്നില്ല. ഉണ്ടായതെന്താണെന്ന് ചോദിച്ചാൽ മിസ്രൈം മുഴുവൻ നശിച്ചു. മോശ ചെയ്തതായിരിക്കുന്ന ഓരോ അതിശയപ്രവൃത്തികളും മിസ്രൈമിൻ്റെ സാമ്പത്തിക നിലയും ഭദ്രതയും തകർത്ത് പോയി. ഒടുവിലായിട്ട് എന്താ സംഭവിക്കുന്നത്? ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടു. ഇതാണ് സാത്താൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കുന്ന ആളുകൾ. അവർ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന ആപത്തുകൾ അവർക്ക് വന്നു ചേരുന്നു. സാത്താനെ അനുസരിക്കുന്നത് കൊണ്ട് ആർക്കും ഒടുവിൽ നന്മ വരുമില്ല. കളവിൻ്റെ പിതാവാണ് സാത്താൻ എന്ന് പറയുന്നത്. അവനെ അനുസരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് നന്മ വരുന്നത്? ഒടുവിൽ ആപത്തേ വരൂ. അപ്പോൾ മന്ത്രവാദികളെ അനുസരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയോ ഒക്കെ ചെയ്തതായിരിക്കുന്ന ഫറവോൻ അവസാനം ഒരു കാര്യം കണ്ടെത്തി. അല്പം താമസിച്ചാണ് കണ്ടെത്തിയത്. ഈ മന്ത്രവാദികളുടെ വാക്ക് കേട്ടുകൊണ്ടാണ് എനിക്ക് ഗതികേട് വന്നത്. അന്നത് യഹോവയുടെ കൈയായിരുന്നു എന്ന് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരികയില്ല. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് അതുകൊണ്ട് പാടുവാൻ കഴിഞ്ഞു. ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തിയവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതെ, പക്ഷേ ഫറവോന് നന്മയുണ്ടായില്ല, തിന്മ മാത്രമാണ്. മിസ്രൈം ജാതി മുഴുവൻ നശിക്കപ്പെട്ടു, നാട് മുഴുവൻ നശിക്കപ്പെട്ടു. മന്ത്രവാദത്തിലേക്ക് ആളുകൾ പോയാൽ സംഭവിക്കുന്ന അതാണ്. മന്ത്രവാദം കൊണ്ട് നേടുന്നതായിരിക്കുന്ന അല്പനേട്ടങ്ങൾ അധികം ദോഷത്തിനും നഷ്ടത്തിനും കാരണമായി തീരും. മിസ്രൈമിൽ അത് നാം വ്യക്തമായി കണ്ടു. മന്ത്രവാദികൾ ചില മന്ത്രങ്ങൾ ആവർത്തിച്ചു. പക്ഷേ ഒടുവിൽ അവർ സമ്മതിച്ചു, ഇത് യഹോവയുടെ കൈയാണെന്ന് പറഞ്ഞു. സമ്മതിച്ചേ വെക്കൂ. മന്ത്രവാദത്തിന് പരിമിതികളുണ്ട്, സാത്താൻ്റെ ശക്തിക്ക് പരിമിതികളുണ്ട്, ബ്ലാക്ക് മാജിക്കിന് പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്.
അവൻ്റെ വാക്കനുസരിച്ച് അവൻ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മന്ത്രവാദികളെയും തന്ത്രവാദികളെയും നാം ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച്, കർത്താവ് നമ്മോട് പറയുന്ന സുവിശേഷം നാം അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം നാം വായിച്ച് അത് കേട്ടനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരും. മോശ പറഞ്ഞ വാക്കുകൾ ഫറവോൻ ആദ്യം അനുസരിച്ചിരുന്നെങ്കിൽ ഒരു ദേശം മുഴുവൻ നഷ്ടമാകുന്നതിനെ ലോകത്തിലെ വലിയ ശക്തിയായിട്ട് തന്നെ മിസ്രയീം അവശേഷിക്കുമായിരുന്നു. പക്ഷേ അവശേഷിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ഏറ്റവും നല്ല പട്ടാളത്തെയും രഥങ്ങളെയും കുതിരകളെയും ചെങ്കടലിൽ തള്ളിയിട്ട് മുക്കിക്കൊല്ലുവാനായിട്ടിടയായി. ഫറവോനും അവിടെ നശിച്ചു പോകുവാനായിട്ടിടയായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുന്ന കാര്യത്തിൽ നാം എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കണം. സാത്താൻ്റെ വചനം ഒരിക്കലും നാം ശ്രമിക്കരുത്. അവൻ പറയുന്നത് നുണയാണ്, അവൻ വ്യാജത്തിൻ്റെ പിതാവാണ്. എന്നാൽ നമ്മുടെ ദൈവം സത്യവാനായ ദൈവമാണ്. അവൻ്റെ സത്യത്തെ അംഗീകരിക്കുകയാണ് നമുക്ക് നല്ലത്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.